الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞുപോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വളരെ ആശങ്കയും അസ്വസ്ഥതയും നൽകുന്ന, വല്ലാതെ പേടി തോന്നുന്ന രീതിയിലാണ് വളർന്നു വരുന്ന ഒരു തലമുറയും അവരുമായി ബന്ധപ്പെട്ട നമ്മുടെയൊക്കെ അനുഭവങ്ങളും. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ ജീവിച്ചു വരുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും വലിയ തോതിൽ തിന്മകളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക് കൗമാരപ്രായത്തിലുള്ള ആളുകളെയും യുവാക്കളെയും യുവതികളെയും ഒക്കെ വിളിച്ചുകൊണ്ടുപോകുന്നതാണ്. അപകടകരമായ സാഹചര്യത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരാതികളാണ് വളരെ വ്യാപകമായി ഏതൊരു വീട്ടിൽ ചെന്നാലും, കുടുംബ സംസാരങ്ങളിലും, ഏത് പ്രദേശത്ത് ചെന്നാലും, മുതിർന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, അടുത്ത കാലത്ത് അതിന്റെ തോതും അളവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിലുള്ള പരിഹാരം എന്താണ്? നമുക്ക് അതിന്റെ അപകടത്തെക്കുറിച്ച് ഇനി ആരും പറഞ്ഞു തരേണ്ടതില്ല. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഇനി ആരും നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ പരിഹാരങ്ങളെ സംബന്ധിച്ചാണ്. പരിഹാരങ്ങൾ എന്താണ്? അതാരാണ് ചെയ്യേണ്ടത്? അതെപ്പോഴാണ് ഒരു കുട്ടിയിൽ ഇതിന്റെ പരിഹാരങ്ങൾ അബദ്ധത്തിലേക്കോ അപകടത്തിലേക്കോ തിന്മയിലേക്കോ ഒന്നും വീണുപോകാതെ എപ്പോഴാണ് ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ടത്? എപ്പോഴാണ് ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടത്? ഇതാരാണ് ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്? ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഒരു സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, മുതിർന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഒരു വാപ്പയെ, ഒരു പിതാവിനെ, ഒരു മകൻ ആവർത്തിച്ചിങ്ങനെ ആഞ്ഞാഞ്ഞടിക്കുന്നത്, ഏറ്റവും അവസാനമായി അയാളുടെ കരുത്തുള്ള കാലുയർത്തി അയാളുടെ പിതാവിനെ ചവിട്ടുന്നത്, നിശ്ചലമായി നിർജീവമായി മകന്റെ അടിയും ഇടിയും തൊടിയും കൊണ്ടിട്ടൊരു വാപ്പ അങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വീണ് മരണപ്പെടുന്നത് നമ്മൾ ഏതോ നാട്ടിൽ നിന്നല്ല, നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, നമ്മുടെ ജില്ലക്കകത്ത് നിന്ന്
അങ്ങനെ ഒരു കാഴ്ച നമ്മളിങ്ങനെ കാണുക. അപ്പോഴും നമ്മൾ ആശങ്ക പങ്കുവെക്കും. എന്താണ് ഇപ്പോഴത്തെ ഒരു തലമുറ, എന്താണ് ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളുടെ അവസ്ഥ, എന്താണ് അവർക്ക് വാപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ബന്ധങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് കുട്ടികളൊക്കെ കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെക്കും. പരിഹാരം എന്താണ്? നമ്മുടെ ജില്ലയിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ഗ്രാമത്തിൽ സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ വീട്ടിനകത്ത് അത് സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ മകനിൽ നിന്ന് ബാപ്പയ്ക്ക് തെറ്റായ, ചീത്തയായ, മോശമായ രീതിയിലുള്ള ഒരു സമീപനമില്ലാതിരിക്കാനുള്ള മാർഗം എന്താണ്? വിധി പോലെ വരട്ടെ എന്ന് കരുതിയിരിക്കാനാണ്. എന്തൊക്കെയാണോ പടച്ചോൻ തീരുമാനിച്ചിട്ടുള്ളത് അതൊക്കെ സംഭവിക്കുമെന്ന് കരുതി സമാധാനിക്കാനാണ്. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ആശ്വസിക്കാനാണോ? എന്തിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്? ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളൊക്കെ വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞവർ അവരുടെ അടുത്ത കോഴ്സ് തിരയുന്നു, ഹയർ സെക്കൻഡറി കഴിഞ്ഞവർ അവരുടെ അടുത്ത കോഴ്സിനെ തിരയുന്നു. നമ്മൾ അവർക്ക് വേണ്ടി ഓടുന്നു, പലരെയും കാണുന്നു, സ്ഥാപനങ്ങൾ തിരയുന്നു, കുട്ടികളെ ചേർത്തുന്നു. ഇതിന്റെ എല്ലാം തിരക്ക് പിടിച്ചൊരു സമയമാണ്. നമ്മുടെ ചെറിയ കുട്ടികൾ 2 ദിവസം കഴിയുമ്പോൾ അവരുടെ കലാലയങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയോട് കിടക്കാൻ പറയുമ്പോ ബലിയെറുക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുമ്പോ, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഈ ഉത്തരമാണ് അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് പറയുമ്പോഴൊക്കെ അറിവിനെ പറ്റി മാത്രമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരാനുള്ള ഒരു പ്രവാചകനുള്ള കൽപ്പനകളിൽ ഏറ്റവും തീവ്രമായ ഒരു കൽപ്പന, അത് ആ കൽപ്പന വന്നിരിക്കുന്നുവെന്നും നിന്റെ മനോഭാവം എന്താണ് എന്നുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. ഇസ്മായിൽ ചെറിയ കുട്ടിയാണ്, കൈപിടിച്ച് നടക്കാവുന്ന ചെറിയ കുട്ടിയാണ് അലൈഹിസ്സലാം. പക്ഷെ ഇസ്മായിൽ അലൈഹി സ്വലാം അതിന് പറയുന്ന മറുപടിക്ക് നമ്മുടെയൊക്കെ കുടുംബത്തിലെ പരിഹാരങ്ങളോളം വലിപ്പമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടിക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കൗമാരപ്രായത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളോടൊക്കെ ബന്ധമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞത്, ഇഫ്അൽ മാ തുഅ്മർ, വാപ്പ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് അപ്രകാരം ചെയ്തുകൊള്ളുക. എന്താണോ കൽപ്പിക്കപ്പെട്ടത്, മാ തുഅ്മർ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ നിന്നുള്ള ആവശ്യം എന്താണോ, നിർദ്ദേശം എന്താണോ, കൽപ്പന എന്താണോ അത് അപ്രകാരം ചെയ്തുകൊള്ളുക. ഇതൊരു മനോഭാവത്തിൽ നിന്ന് വരുന്ന സംസാരമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടിയും ഇങ്ങനെ വെറുതെ വർത്തമാനം പറയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ നിന്ന് തർബിയത്ത് ലഭിച്ച, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോടൊപ്പം ജീവിച്ച, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കൈപിടിച്ച, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ശരീരത്തോട് ഒട്ടിയും മുട്ടിയും നിന്ന് വളർന്ന ഇസ്മായിൽ അലൈഹി ഇസ്ലാം, അദ്ദേഹത്തോടാണ് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത്. അവിടെയാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഇഫ്അൽ മാ തുഅ്മർ. നമ്മുടെ വീട്ടിലുള്ള ഏത് വിഷയങ്ങളിലും മക്കൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, അഭിപ്രായം ചോദിക്കുമ്പോ അവിടെ മതപരമായ നിലപാട് എന്താണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാം എന്ന് പറയാൻ കഴിയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുക എന്നിടത്താണ് എന്ത് വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പടച്ചോന്റെ താല്പര്യം എന്താണെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ, അള്ളാഹ് പറഞ്ഞത് ഏത് രൂപത്തിലാണെങ്കിൽ, ഖുർആനിലുള്ളത് എങ്ങനെയാണെങ്കിൽ, റസൂല് കാണിച്ചു തന്നത് എങ്ങനെയാണെങ്കിൽ, സുന്നത്ത് എന്താണെങ്കിൽ, അള്ളാന്റെ റസൂലിന്റെ മാതൃക എന്താണെങ്കിൽ എന്നെല്ലാം പറയുന്ന മക്കളായി നമ്മൾ മാറലാണ് ഇഫ്അൽ മാ തുഅ്മർ എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ അഭിപ്രായ പ്രകടനം. അത് നമ്മുടെ വീട്ടിലേക്ക് അതിനെ കൊണ്ടുവരാൻ, ആ ഒരു മനോഭാവത്തെ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ ചെയ്തോളാം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എന്താണോ നിർദ്ദേശിക്കപ്പെട്ടത് അങ്ങനെ ചെയ്തോളാം, ആയത്തുകളിൽ എന്താണോ ഉള്ളത് അങ്ങനെ ചെയ്തോളാം, ഹദീസുകളിൽ എന്താണോ ഉള്ളത്
അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക. ഇഫ്അൽ മാ തുഅ്മർ. അവിടെ ഒരു ആലോചനക്ക് പോലും, ഒരു അഭിപ്രായ പ്രകടനത്തിന് പോലും, ഒരു കൺസെന്റിന്റെ ഒരാവശ്യം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മറുപടിന്റെ മർമ്മം അതാണ്. അവിടെ എന്തിനാണ് ഒരു കൺസെന്റ് ചോദിക്കുന്നത്? എന്തിനാണ് ഉപ്പ എന്തിനാണ് അങ്ങനെ എന്നോട് പറയുന്നത്? ബാപ്പ എന്തിനാണ് എന്നോട് അങ്ങനെ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇഫ്അൽ മാ തുഅ്മർ. എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. റബ്ബിന്റെ കൽപ്പന എന്താണോ അത് അപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നാണ്. ഹജറ ബീവി, അത് മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്നതാണ് ഈ മനോഭാവം എന്ന് ഞാൻ ബോധപൂർവം പറയാം. മക്കയിൽ ഒന്നുമില്ലാത്തടത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെയും ഹാജറയെയും അവിടെ ആക്കി പോകുമ്പോ ഹാജറ ബീവി അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിയെ തനിച്ചാക്കി കുട്ടിനെ ഇങ്ങനെ മലർന്ന് കടക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുട്ടിനെ കൂടെ നിർത്തിയിട്ട് ഹാജറ ബീവിനെ അവിടെ ഏൽപ്പിച്ചു പോകുമ്പോ ഹാജറ ബീവി അന്ന് ചോദിക്കുകയാണ്, അല്ലാഹു അമറക ബിഹാദ. ഇബ്രാഹിം, ഞങ്ങളിവിടെ ഇങ്ങനെ തനിച്ചാക്കി പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? ഇത് പടച്ചോൻ പറഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? പടച്ചോൻ പറഞ്ഞിട്ടാണെങ്കിൽ ഹാജറ ബീവി അന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മനോഭാവമുണ്ട്. പടച്ചോൻ പറഞ്ഞിട്ടാണെങ്കിൽ ഹാജറക്ക് പരാതിയില്ല എന്നൊരു മനോഭാവം. ഇത് പടച്ചോന്റെ തീരുമാനമാണോ? അല്ല പറഞ്ഞതാണോ? അല്ല പറഞ്ഞ അള്ളാഹുവാണോ അമറക ബിഹാദ? ഹാജറയെയും ഇസ്മായിലിനെയും ഇവിടെ ഇങ്ങനെ ഇട്ടുപോകണമെന്നത് അല്ലാഹു പടച്ചോന്റെ കൽപ്പനയാണോ? എങ്കിൽ ആ മനോഭാവമാണ് ഹാജറ ബീവി പ്രകടിപ്പിച്ചത്. ഹാജറ ബീവിയിൽ നിന്നാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ നിന്നാണ് വേദനയും സങ്കടവും വിഷമവും ആശങ്കയും ഒന്നുമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന പ്രകാരം അവിടെ വിട്ടേച്ചു പോകുമ്പോ, അറിവിന് തയ്യാറെടുക്കുമ്പോ, ബലിയെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, സമർപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പൊ അദ്ദേഹം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വമിൻ ദുർരിയാതിനാ ഖുർറത അയ്യുൻ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമ്മുടെ വാചകമല്ലത്. ആ പ്രാർത്ഥനയുടെ പദങ്ങളൊന്നും നമ്മുടേതല്ല. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകണേ, മിൻ അസ്വാജിനാ വമിൻ ദുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഖുർറത അയ്യുൻ, കൺകുളിർമ നൽകണേ എന്ന് പറയുന്ന പ്രാർത്ഥന അത് നമ്മൾ ഉണ്ടാക്കിയതല്ല. അതിന്റെ വാക്കും അതിന്റെ ഘടനയും ആ പ്രാർത്ഥനയും അതിലെ പദങ്ങളും അതിലെ അക്ഷരങ്ങളൊക്കെ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി. ഹബ്ലനാ മിൻ അസ്വാജിനാ വമിൻ ദുർരിയാതിനാ ഖുർറത അയ്യുൻ. ഏറ്റവും ഉയരത്തിൽ എന്റെ കുട്ടി എത്തട്ടെ എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല. അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. എത്ര ഉയരെത്തുമ്പോഴും ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പന എന്താണോ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന മനോഭാവം കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആ ശിക്ഷണമാണ് ഉപ്പന്റെ അടുക്കൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടത്. ആ ശിക്ഷണമാണ് മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഒരു ബോധം, ഒരു മനോഭാവം, ഒരു മൈൻഡ് സെറ്റിംഗ് ആണ് നമ്മുടെ വീട്ടിനകത്ത് മക്കളിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. പടച്ചോൻ പറഞ്ഞിട്ടാണെങ്കിൽ, അള്ള പറഞ്ഞിട്ടാണെങ്കിൽ, അത് ഖുർആനിലുള്ളതാണെങ്കിൽ, ദീനിലുള്ളതാണെങ്കിൽ, ഹദീസിലുള്ളതാണെങ്കിൽ, റസൂല് പറഞ്ഞതാണെങ്കിൽ, റസൂലിന്റെ ചര്യയാണെങ്കിൽ, ഇതാണ് സുന്നത്തെങ്കിൽ അവിടെ പിന്നെ ആലോചനയില്ലാത്ത, മറ്റൊരു അഭിപ്രായമില്ലാത്ത, മറ്റൊരു രീതിയിലും ചിന്തിക്കാത്ത ഞാനിതാ അസ്ലംതു, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വേറൊരു അഭിപ്രായമില്ല എന്ന നിലപാടിനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമെന്നും മുസ്ലിമെന്നും ഒക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. ആ മനോഭാവത്തിന്റെ നിർമ്മാണമാണ്
മക്കളുടെ മനസ്സിനകത്ത് പറഞ്ഞത് അല്ലാഹുവാണോ എങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന മനോഭാവത്തിന്റെ നിർമ്മാണമാണ് മനസ്സിനകത്ത് മാതാപിതാക്കളിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. നമ്മുടെ മക്കളും അവർ എവിടെ പോയാലും, ലോകത്തവർ എവിടെ ജീവിച്ചാലും പുറത്തുപോയി പഠിക്കണം. കുട്ടികൾ പറയും പുറത്തുപോയി പഠിക്കണം, ഇന്ത്യക്ക് പുറത്തുപോയി പഠിക്കണം എന്ന് പറയും. ഭൗതിക സൗകര്യങ്ങൾ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ വിവിധ രൂപത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങളും സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉള്ള ലോകത്ത് ഒരുപാട് വളർച്ച പ്രാപിച്ച രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കും ആളുകൾ. അടുത്തൊരു തലമുറ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ലോകത്തെവിടെ പോയാലും ഇഫ്അൽ മാ തുഅ്മർ എന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ മനോഭാവമുള്ള മക്കളാക്കി ശിക്ഷണം നൽകി വളർത്തി വലുതാക്കി നമ്മൾ പറഞ്ഞയച്ചാൽ ബേജാറുകളില്ലാതെ അസ്വസ്ഥതകളില്ലാതെ ആ മക്കളെ തിരിച്ചു ലഭിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. ആ ഒരു നിർമ്മിതിയാണ്, നിർമ്മാണ പ്രക്രിയയാണ്, ആ ഒരു പരിശീലനമാണ് നമ്മുടെ വീടിനകത്ത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത്. അള്ളാഹുവിനെ പേടിയുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും പാലിച്ചും അനുസരിച്ചും ജീവിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളിൽ അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ ഉൾപ്പെടുത്തി റബ്ബ് അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികൾ എല്ലാവരും പങ്കാളിത്തമെടുക്കേണ്ടുന്ന സുപ്രധാനമായ ആരാധനാ കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. നമ്മുടെ പള്ളിയുടെ സംവിധാനത്തിന്റെ കീഴിൽ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ബലികർമ്മം സംഘടിതമായി നിർവഹിക്കുകയും അത് അർഹതപ്പെട്ട ആളുകൾക്ക് വീടുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം മുന്നോട്ടു പോകുന്നുണ്ട്. അതിൽ തരിച്ചോ അല്ലെങ്കിൽ സംഘടിതമായൊക്കെ പങ്കാളികളാകുന്ന കാര്യം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ പെരുന്നാൾ ദിവസം നമസ്കാരം നിർവഹിക്കുകയും ബലിയറക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയുണ്ടായി. വൻഹർ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ അവിടെ അമ്രുഫിയിലാണ്, കൽപ്പനാക്രിയയാണ്. ആ കൽപ്പനാക്രിയയിലാണ് ബലിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വന്നത് എന്നതുകൊണ്ട് തന്നെ അത് നിർബന്ധമാണ് എന്ന പണ്ഡിതാഭിപ്രായമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക. 100% ഇഖ്ലാസോടുകൂടെ നിർവഹിക്കേണ്ടുന്ന, മറ്റൊന്നും കടന്നുവരാൻ പാടില്ലാത്ത ഒരു കർമ്മങ്ങളിലും പാടില്ല. ബലിയുമായി ബന്ധപ്പെട്ടും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ 162 ആയത്തിൽ കാണാം, എന്റെ നമസ്കാരവും എന്റെ ബലിയും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി, എന്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ ഒരു പെരുമ നടിക്കലിന് വേണ്ടിയുള്ളതല്ല, ഒരു പ്രകടനത്തിനും വേണ്ടിയുള്ളതല്ല, ഒരു താല്പര്യങ്ങൾക്കും വേണ്ടിയുള്ളതല്ല. ബലിയറക്കൽ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നിർവഹിക്കപ്പെടേണ്ടുന്ന കർമ്മമാണ് എന്ന് വളരെ കൃത്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുമാണ് ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചരിത്രത്തിൽ നമുക്ക് മുന്നിൽ നിന്നത്. ഫലമ്മാ അസ്ലമാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ രണ്ടുപേരും ബലിയിറക്കാൻ വേണ്ടി തയ്യാറായതിനെ കുറിച്ച് ഖുർആനിലുള്ള പ്രയോഗം ഫലമ്മാ അസ്ലമാ. അസ്ലമാ എന്നതിനെ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അവർ രണ്ടുപേരും മുസ്ലിം ആയപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ മുമ്പ് അവർ മുസ്ലിം അല്ല എന്നല്ല, ബലിയിറക്കാൻ അവർ രണ്ടുപേരും സ്വയം സമർപ്പിതരായപ്പോൾ, അവർ രണ്ടുപേരും അതിന് സന്നദ്ധരായപ്പോൾ ഫലമ്മാ അസ്ലമാ യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഒരു അസ്വസ്ഥത എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല,
പടച്ചോൻ പറഞ്ഞതിന്റെ പേരിൽ എത്ര വേദനിക്കേണ്ടി വന്നാലും പിടയുന്ന ഇസ്മായിലിനെ കാണില്ല, ഉപ്പ ചെയ്തോളുക എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തപ്പോഴാണ് അതിന്റെ തൊട്ടടുത്തായത്താണ് ഫലമ്മ അസ്ലമ, അറുക്കാനും അറുക്കപ്പെടാനും അവർ തയ്യാറായപ്പോൾ. അള്ളാഹു അവിടെ പ്രയോഗിച്ച പദം അറിവിനവർ തയ്യാറായപ്പോൾ എന്നല്ല, അവർ രണ്ടുപേരും ഇസ്ലാം ആയപ്പോൾ, അവർ രണ്ടുപേരും മുസ്ലിം ആയപ്പോൾ, അവർ രണ്ടുപേരും സമർപ്പിച്ചപ്പോൾ. വതല്ലഹു ലിൽ ജബീൻ, ഒരു വശത്തേക്ക് അറിവിന് തയ്യാറായി ചരിച്ചു കടത്തുകയും വനാദൈനാഹു, ആ സമയത്ത് നാം അദ്ദേഹത്തെ വിളിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിം, ഓ ഖദ് സദ്ദഖ്ത റുഅ്യ, ഇതാ താങ്കൾ താങ്കളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നാം സുഹൃതവാന്മാർക്ക് ഇപ്രകാരമാണ് പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ, ഇത് വളരെ വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. വഫദൈനാഹു ബിദിബിഹിൻ അദീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, ബലി എന്ന് പറയുന്ന കർമ്മത്തിന് സന്നദ്ധമായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെയും ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ സമർപ്പണമായിട്ടാണ്, അള്ളാഹുവിനോടുള്ള അവരുടെ ഇഷ്ടപ്രകടനമായിട്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് തയ്യാറായി എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും അള്ളാഹുവിനു വേണ്ടി മാത്രം ബലിയിറക്കുന്നതിലൂടെ, ബലി എന്ന് പറയുമ്പോൾ അതിലുള്ള സന്ദേശങ്ങൾ എന്താണ്? ഒന്ന്, അറക്കുന്നത് പടച്ചോന് മാത്രമാകുക, അള്ളാഹുവിനു വേണ്ടി അറക്കുക. മറ്റുള്ളവർ ആർക്കെങ്കിലും വേണ്ടി അറിവുണ്ടാകാൻ പാടില്ല. ആളുകൾ പലർക്കും നേർച്ചയാക്കും. നേർച്ച നമ്മൾ പറയാം, പല ആൾക്കാരുടെയും പേരിൽ ഇങ്ങനെ നേർച്ചയാക്കിയിട്ട് അതിനെ അറക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ബലിയറക്കുന്നത്, ഒരു മൃഗത്തെ അറക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് എന്ന പാഠമാണ് ഒന്നാമതായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് നൽകുന്നത്. രണ്ടാമത്തത് അള്ളാഹുവിലേക്കുള്ള ഒരു സാമീപ്യമാണ്, അള്ളാഹുവിലേക്ക് അവർ അടുക്കുകയാണ്. മൂന്നാമത്തത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കലാണ്. ബലിയിറക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അടുപ്പം സ്ഥാപിക്കുന്നു. ബലിയിറക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം സമ്പാദിക്കുന്നു. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നമ്മൾ പരസ്യപ്പെടുത്തുന്നു. ബലിയിറക്കാൻ ഒരാൾ സന്നദ്ധാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിയില്ല. കഴിയുന്ന ഒരാള് അള്ളാഹു അയാൾക്ക് നൽകിയ അനുഗ്രഹത്തെ പരസ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിലുള്ള അനുസരണത്തെ അയാൾ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവോടുള്ള ഭക്തിയും ത്യാഗമനോഭാവവും അയാൾ പ്രകടിപ്പിക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അയാളുടെ മനസ്സിനെ ബന്ധിപ്പിക്കുകയാണ്. സാധുക്കൾക്ക് സ്വാഭാവികമായും അതിന്റെ ഭാഗമായി സാധുക്കൾക്ക് ഭക്ഷണം നൽകുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ആ ബലികർമ്മം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷവും മദീനയിലെത്തിയ 10 വർഷവും ഒരു തവണ അതിൽ യാത്രയിലാണ്. ആ യാത്രയിലുള്ള വർഷം ഉൾപ്പെടെ 10 കൊല്ലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലികർമ്മം നിർവഹിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സൗകര്യപ്പെടുകയാണെങ്കിൽ ഇക്കൊല്ലല്ലെങ്കിൽ അടുത്ത കൊല്ലം, അങ്ങനെയൊന്നും കരുതേണ്ടതില്ലാത്ത, കരുതാൻ പാടില്ലാത്ത, കഴിവുണ്ടെങ്കിൽ തനിച്ചു നിർവഹിക്കേണ്ടുന്ന, അതിന് കഴിയില്ലെങ്കിൽ ഒരു 7 വരെയുള്ള ആളുകളോടൊപ്പം സംഘം ചേർന്ന് നിർവഹിക്കേണ്ടുന്ന വളരെ പ്രബലമായ, വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതിന്റെ ലക്ഷ്യമല്ല. പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാൻ പറഞ്ഞില്ല. അള്ളാഹു ഇതിന്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ പാവപ്പെട്ടവർക്ക് മാത്രം അങ്ങനെ പറഞ്ഞില്ല. എല്ലാവർക്കും അത് വിതരണം ചെയ്യാം. സാധുക്കൾക്കും അതിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നു. ഏതെങ്കിലും ഒരു ദാരിദ്ര്യം കഷ്ടപ്പാടുള്ള ഒരു നാട്ടിക്ക് മാത്രമായിട്ട് ബലി അങ്ങോട്ട് മാറ്റി നീക്കി വെക്കുക, അങ്ങനെയും കരുതേണ്ടതില്ല. നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ പരിസരത്തുള്ളവർക്കും, നമ്മുടെ ബന്ധത്തിലുള്ളവർക്കും, നമ്മുടെ പരിചയത്തുള്ളവർക്കും, നമ്മുടെ സമീപത്തുള്ളവർക്കും, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കൊടുക്കാവുന്ന ഒന്നാണ് ബലിമാംസം എന്ന രീതിയിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഇസ്ലാമും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ബലിയെ കാണുക. മൻ കാന ലഹു സഅത്തുൻ വലം യുളഹ ഫലാ യഖറബന്ന മുസല്ലാന. പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നതിൽ അർത്ഥമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, പെരുന്നാൾ നമസ്കാരത്തിൽ വരുന്നതിന് അർത്ഥമില്ല. ആരെ പറ്റിയാണ്? മൻ കാന ലഹു സഅത്തുൻ, സൗകര്യമുണ്ട്, പക്ഷെ അയാള് ബലി നടത്തിയില്ല. ബലി നടത്താനുള്ള സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, സാധ്യതകളുണ്ട്, പടച്ചോൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അയാൾ ബലി അറത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ
പെരുന്നാൾ നമസ്കാരത്തിൽ വരുന്നതിൽ അർത്ഥമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒറ്റക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കൂടെ 7 ആള് വരെയുള്ള ഒരു സംഘത്തിന്റെ കൂടെ ചേർന്ന് നിർബന്ധമായി നമ്മൾ പങ്കാളികളാകേണ്ടുന്ന ഒന്നാണ് ബലികർമ്മം എന്ന് പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ പിറവി ഉണ്ടായാൽ, ദുൽഹിജ്ജ മാസപ്പിറവി ഉണ്ടായാൽ, വ അറാദ അഹദുക്കും അൻ യുളഹി, ബലിയറക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബലിയറക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഫല്യുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, അവര് മുടിയും നഖവും പിന്നെ നീക്കം ചെയ്യരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്തായി പഠിപ്പിക്കണ്ടേ. ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വളരെ പ്രബലമായ സുന്നത്തുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ ദിവസങ്ങളിൽ അവരവരുടെ മുടിയും നഖവും നീക്കം ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ബലികർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നമ്മളൊക്കെ അതിൽ കഴിയുന്ന രൂപത്തിൽ അതിൽ പങ്കാളികളാകണം. ആ മാംസം വിതരണം ചെയ്യുന്നതിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്, സാധുക്കൾക്ക് ഭക്ഷണം നൽകപ്പെടുകയാണ്, ഇബ്രാഹിം നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു വലിയ സുന്നത്ത് ജീവിപ്പിക്കപ്പെടുകയാണ്. ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ഒരു കർമ്മത്തോട് നമ്മൾ ബന്ധം സ്ഥാപിക്കുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ അടുപ്പം സ്ഥാപിക്കുകയാണ്, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഇതെല്ലാം ചേർന്നതാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ആ ബലികർമ്മത്തിൽ നമ്മൾ പങ്കാളികളാവുക. നമ്മുടെ മക്കളെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമക്ക് ശിക്ഷണം ലഭിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മകനാണ്, ഹാജറയുടെ മകനാണ് എന്നതുകൊണ്ട് ആയുധം കൊണ്ട് കഴുത്ത് മുറിഞ്ഞാലും എനിക്ക് അള്ളാഹു മതി എന്ന് പറയാനുള്ള കരുത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമക്ക് ഉണ്ടായതുപോലെ നമ്മുടെ മക്കളാണ് എന്ന കാരണം കൊണ്ട്, നമ്മുടെ സാമീപ്യം കൊണ്ടും നമ്മുടെ ശിക്ഷണം കൊണ്ടും നമ്മുടെ മക്കളെ നന്നായി വളർത്താനും നല്ല രൂപത്തിലുള്ള സംസ്കാരം കൊടുക്കാനും നല്ല രീതിയിൽ ദീനീബോധം നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം, അതാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഹാജറ ബീവിയും നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നത്, ഉച്ചത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അതിനെപ്പറ്റിയാണ്. എല്ലാവരും കൂടെ ചേർന്ന് സമ്മേളനത്തിന് പോകണമെന്നല്ല, നമ്മൾ നിത്യം ജീവിക്കുന്ന, നിരന്തരം ജീവിക്കുന്ന, ഓരോ സെക്കൻഡും കഴിഞ്ഞു കൂടുന്ന വീട്ടിനകത്ത് ദീനുണ്ടാകണം എന്ന ബോധമാണ്, അങ്ങനെ ഒരു മെസ്സേജാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും കുടുംബവും നമുക്ക് നൽകുന്നത്. ആ രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളെ അങ്ങനെ മാറ്റിയെടുക്കുന്നതിന് നാം പരിശ്രമിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം പരലോകത്ത് സ്വർഗാവകാശികളാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മിൽ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളും അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങളും തിന്മകളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നവർ, പ്രാർത്ഥനകളെ കൊണ്ട് അള്ളാഹു രോഗങ്ങളെ ഭേദമാക്കി കൊടുക്കും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിലുള്ള രോഗികളായ ഒരുപാട് ആളുകൾ അള്ളാഹു കാരുണ്യവാനായ റബ്ബ് അവന്റെ മഹത്തായ ഫള് കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ടും നമ്മുടെ എല്ലാം രോഗികളായ സഹോദരീ സഹോദരന്മാരുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടുകൂടെ ഐഹിക ജീവിതത്തിൽ മുന്നോട്ടു പോകാനും സമാധാനത്തോടുകൂടെ മരണപ്പെടാനും പരലോകത്ത് സ്വർഗാവകാശികളായി സമാധാനത്തോടുകൂടെ തന്നെ ഉയർത്തെഴുന്നേൽക്കാനും അള്ളാഹു നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എന്റെ സംസാരത്തിൽ വിട്ടുപോയത്, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഏകദേശം ഒരു വർഷത്തോടടുത്ത ഒരു കാലത്തൂടെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ കടന്നു വന്നു. നമ്മളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരുപാട്, ഈ മിമ്പറിൽ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അവനവന്റെ കാര്യം പറയുന്നത് പോലെ ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഫലങ്ങളും ഉണ്ടാകും.
ഫലസ്തീനിൽ അവർ അനുഭവിക്കാവുന്നതിന്റെ ഒരു ദുനിയാവിൽ വെച്ച് ഒരു കൂട്ടം മനുഷ്യർ അനുഭവിക്കാവുന്നതിന്റെ ഏറ്റവും തീവ്രമായ, ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണങ്ങളെയും ദുരന്തങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ അവർ അനുഭവിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഒരു വാക്കുകൊണ്ടോ ഒരു ലേഖനത്തിലോ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വാചകത്തിലോ ഒന്നും ഉൾപ്പെടുത്തി ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നിരന്തരമായ അവസാനിക്കാത്ത പകയുടെയും വിദ്വേഷത്തിന്റെയും തീക്കനലുകൾ ഒരു ജനതയുടെ മേലെ അതിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലോകമൊന്നാകെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു നാട് മുഴുവനായി ഇങ്ങനെ നശിപ്പിച്ച് വരുന്നത്. വിശ്വാസികളായി എന്നത് മാത്രമാണ്, മുസ്ലിങ്ങളായി എന്നത് മാത്രമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് എന്നത് മാത്രമാണ് ആ ജനതയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്ന ബോധ്യം അത് നമുക്കെങ്കിലും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത്ര തീവ്രത ഉണ്ടാകും, അത്ര മനസ്സ് തട്ടി റബ്ബിനോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഫലസ്തീനിലെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് രക്ഷ നൽകുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു ശാശ്വതമായൊരു പരിഹാരം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് അനുഭവിക്കുന്ന ദുരിതക്കയങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്നുള്ളൊരു മോചനം ഫലസ്തീനിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.